ഈ മരുന്ന് ഗർഭിണിയായിരിക്കെ കഴിച്ച സ്ത്രീകളുണ്ടായ കുഞ്ഞുങ്ങൾക്ക് കൈയും കാലും ഈ സീലിൻ്റെ കൈയും കാലും മാതിരിയുള്ള ചെറിയ ഒരു ചിറക് പോലെയുള്ള കൈയും കാലുമായിട്ട് കുഞ്ഞുങ്ങൾ വളർന്നു വീഴാൻ തുടങ്ങി. എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ എൻ്റെ നേരെ റിയാക്ട് ചെയ്യുന്നത്, എൻ്റെ നേരെ ഇങ്ങനെ കാണിക്കുന്നത്? അപ്പോഴാണ് മനസ്സിലാകുന്ന ഒരു മാനസിക രോഗിയാണ്. ഇപ്പോൾ കോഗ്നിഷൻ എന്നുള്ള വാക്ക് നമ്മൾ അഗാധമായി പഠിക്കണം. അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്, അത് ചരിത്രം നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. നമ്മൾ മനുഷ്യരാശി ഇന്നൊന്നും ഉണ്ടായതല്ല. സീവേജ് ട്രീറ്റ്മെൻറ്റ് ഇന്ന് നിങ്ങൾ കേട്ട് കാണും, നമ്മുടെ ട്രസ്റ്റിലൊക്കെ ഉണ്ട് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. 40 ലക്ഷം രൂപ മുടക്കിയാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. നമസ്കാരം. ആലുവയിലെ സമൂഹ സേവന പ്രവർത്തനങ്ങൾക്ക് സജീവമായി സംഭാവന ചെയ്യുന്ന ഒരു സംഘടനയാണ് വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റ്. ആരോഗ്യരംഗം, വിദ്യാഭ്യാസം, പരിസ്ഥിതി സംരക്ഷണം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഒരു സഹായഹസ്തം നൽകുക എന്നതാണ് സ്ഥാപനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ട്രസ്റ്റിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അതിന് ശക്തിയായി കൂടെ നിൽക്കുന്നത് അതിൻ്റെ ചെയർമാനായ ഡോക്ടർ മൻസൂർ ഹസൻ സാറാണ്. ആലുവയിലും സമീപ പ്രദേശങ്ങളിലും നടത്തുന്ന നിരവധി പദ്ധതികളുടെ വിജയത്തിന് പിന്നിലും സാറിൻ്റെ പങ്ക് നിർണായകമാണ്. ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ഡോക്ടർ മൻസൂർ ഹസൻ സാറാണ്. നമുക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം ആതിര. താങ്ക് യു ഫോർ ദ ഇൻട്രൊഡക്ഷൻ. ഓക്കെ സർ, എനിക്ക് ആദ്യം തന്നെ സാറിനോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 35 വർഷമായിട്ട് നമ്മുടെ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 120ഓളം പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നതിനുള്ള കാരണം എന്താണ് സർ? പ്രധാനമായും പറയുകയാണെങ്കിൽ ഇന്ന് മാനവരാശി ഓരോ മനുഷ്യനും ഓട്ടത്തിലാണ്. 24 മണിക്കൂറും ഓട്ടത്തിലാണ്. ശാസ്ത്രം പറയുന്നത് 8 മണിക്കൂർ മിനിമം ഉറങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ യുവജനങ്ങൾ, കൗമാരക്കാർ, കൊച്ചു കുട്ടികൾ വരെ രാത്രി മൊബൈലും കണ്ട് അവരുടെ ഉറക്കം എന്ന ഇതിലേക്ക് കടന്ന് വേറെ ഏതോ ലോകത്ത് ജീവിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇത്രയും കാലത്തെ ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്, ഇപ്പോൾ ഉള്ള മുതിർന്നവരും വളർന്നു വരുന്ന തലമുറയും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അവരകന്നു പോവുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അവർക്കൊരു അവബോധം വർദ്ധിപ്പിക്കുക, അവയർനെസ് ഉണ്ടാക്കുക. ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഓട്ടത്തിനിടയ്ക്ക് ആർക്കും ഇതിനൊന്നും സമയമില്ല. എല്ലാവരും വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, ഇത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ ഈ 24 മണിക്കൂറും ഉഴലുകയാണ്. അവർ തന്നെ എന്താ പറയുന്നത്, ഒരു നഷ്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നഷ്ടത്തിൽപ്പെട്ട് രോഗബാധിതരായി തകരുന്ന കുടുംബങ്ങളെയാണ് ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നത്, നമ്മൾ ഒരാളെ സംരക്ഷിക്കുമ്പോൾ സമൂഹത്തിൽ അതുപോലെ 10 പേര് വീഴുകയാണ്. ഇതിനൊരു അവസാനം വേണ്ടേ? ഇതിനൊരു തടയിടണ്ടേ? നമ്മളിങ്ങനെ വീഴുന്നവരെ ഏറ്റെടുക്കുന്നു, 10 പേര് പിന്നെയും വീഴുന്നു. ഇത് എങ്ങും എത്തിപ്പറ്റുന്നില്ല. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേഹം, മാനസിക രോഗങ്ങൾ, സ്കിസോഫ്രീനിയ, ഡിപ്രഷൻ. ഇന്ന് 20 വയസ്സുള്ള കുട്ടികൾ വരെ ഡിപ്രഷൻ, ലിത്യം എന്ന് പറയുന്ന മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിലും കോളേജിലും പോകുന്ന പിള്ളേർ ആങ്സൈറ്റി, ഡിപ്രഷൻ മരുന്ന് കഴിക്കുകയാണ്. ചെറുപ്രായത്തിൽ ഡയബറ്റീസ്, രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് പിറ്റേന്ന് കാണുന്നത് മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മൂല കാരണങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവരെ സംരക്ഷിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മൂല കാരണങ്ങൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. 3 കാര്യങ്ങളാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ കൊണ്ട് നമ്മൾ ഇത് കേൾക്കുന്നവരോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഏറ്റവും പ്രധാനം കോഗ്നിഷൻ, തിരിച്ചറിവ്. രണ്ടാമത് അഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥയാണ് പറയുന്നത്. എൻ്റെ അഫക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാനസികാവസ്ഥയാണ്. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വൊളീഷൻ, എൻ്റെ പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ പ്രവർത്തനം. ഒരാൾ വെറുതെ ഇരിക്കുന്ന ഒരാൾ പ്രവർത്തിക്കുന്ന എപ്പോഴാണ്? നമ്മുടെ ചുറ്റുവട്ടം കിട്ടുന്ന ഇൻപുട്ടുകളാണ്. നമ്മളെ ചുറ്റുവട്ടമുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു. ഇപ്പോൾ മഴ വന്നു, നമ്മൾ ഓടി കുട നിവർത്തി എന്ന് പറയുന്ന പോലെ നമ്മുടെ ചുറ്റുമുള്ള നടക്കുന്ന സംഭവങ്ങൾക്കാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, പ്രതിപ്രവർത്തനം. അപ്പോൾ ഈ കോഗ്നിഷൻ എന്നുള്ള വാക്ക് പലർക്കും അറിയത്തില്ല. റെക്കഗ്നീഷൻ എന്നുള്ള വാക്ക് പലർക്കും അറിയാം, അല്ലേ? തിരിച്ചറിയുക, റെക്കഗ്നീഷൻ. നമുക്കറിയാവുന്നൊരു കാര്യം, ഒരു ആനയെ പണ്ട് കണ്ടിട്ടുണ്ട്, വീണ്ടും ആനയെ കാണുമ്പോൾ ഇത് ആനയല്ലേ, ദറ്റ് ഈസ് റെക്കഗ്നീഷൻ. ബട്ട് എന്താണ് ഈ കോഗ്നിഷൻ എന്ന് പറയുന്നത്? ആദ്യമായിട്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആനയെ കാണുമ്പം നമ്മൾ ആനയെക്കുറിച്ച് കണ്ടിട്ടേ ഇല്ല, അറിയാനും പാടില്ലാത്തൊരു സാധനമാണ് ആനയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾ പറയും ഏറ്റവും വലിയ മൃഗങ്ങളിലൊന്നാണ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ തലച്ചോറിൽ
നമ്മൾ അതിനെക്കുറിച്ചൊരു പിക്ചർ, ഒരു പടം വരച്ചുണ്ടാക്കുകയാണ്. അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അതിൻ്റെ ദോഷങ്ങൾ എന്താണ്. അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുന്നത്. വെറും വാക്കുകളായിട്ടല്ല, ആ വാക്കുകളുമായിട്ട് കണക്ട് ചെയ്ത് രൂപങ്ങൾ നമ്മുടെ തലച്ചോറിൽ വരികയാണ്. അപ്പോൾ നമ്മളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ, പിന്നീട് നമ്മൾ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആ രൂപവും ആ സാഹചര്യവും എല്ലാം നമ്മുടെ മനസ്സിൽ വരികയാണ്. ഇതിനെയാണ് കോഗ്നീഷൻ എന്ന് പറയുന്നത്. ഇത് മലയാളത്തിൽ എല്ലാത്തിനും തിരിച്ചറിവെന്നാണ് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കോഗ്നീഷനും റെക്കഗ്നീഷനും ഉണ്ട്. കോഗ്നീഷൻ തിരിച്ചറിവ്, അവബോധം ഉണ്ടാക്കുക, അതാണ് കോഗ്നീഷൻ. അപ്പം നമ്മുടെ ഈ 30-35 കൊല്ലത്തെ ഈ പ്രവർത്തനത്തിൽ നമ്മൾ കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധാരണ മനുഷ്യർ മനസ്സിലാക്കേണ്ട കാര്യം, മറവി രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡിക്ലൈനാണ്. എന്ന് വെച്ചാൽ ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ കുറയുക അല്ലെങ്കിൽ നശിച്ചു വരുന്നതിനാണ് ഡിക്ലൈൻ ചെയ്യുക എന്നുള്ളത്. കോഗ്നിറ്റീവ് ഡിക്ലൈനാണ് ഈ മറവി രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ. എന്ന് വെച്ചാൽ ഈ മറവി രോഗം ബാധിക്കുന്ന ഒരാൾക്ക് ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് വരുന്നു. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ കോഗ്നിഷൻ എന്ന് ഞാൻ നിങ്ങളോട് ആ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, നിങ്ങളൊരു കാര്യം കാണുകയാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇപ്പം ഞാനീ പറയാൻ പോണ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പം നമ്മുടെ മാനസികാവസ്ഥ മാറും. എഫക്റ്റ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരാൾ എൻ്റെ നേരെ കത്തിയും കൊണ്ട് ചാടുകയാണ്, അല്ലെങ്കിൽ എന്നെ വെറുതെ എടാന്നോ പോടാന്നോ വിളിക്കുന്നു. നമ്മുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് എടാ പോടാന്ന് വിളിക്കുക, അല്ലെങ്കിൽ തടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഓടാൻ ശ്രമിക്കുക. പക്ഷെ നമ്മൾ എത്ര പേര് 1 മിനിറ്റ് നിന്നിട്ട് ആലോചിക്കുക, എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ എൻ്റെ നേരെ റിയാക്ട് ചെയ്യുന്നത്, എൻ്റെ നേരെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്ന ഒരു മാനസിക രോഗിയാണ്. അപ്പോൾ നമുക്ക് അയാളോട് ദയയാണ് തോന്നുന്നത്, അല്ലേ? അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം, ഒരാൾ നടന്നു വരുമ്പോൾ നമ്മൾ ഒന്ന് മുട്ടി, പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. നമ്മൾ തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് അറിയുന്നത് അയാളൊരു അന്ധനാണ്. അപ്പോൾ നമ്മുടെ ദേഷ്യം പോയി, നമുക്ക് സഹതാപം. ഇപ്പോൾ കോഗ്നിഷൻ എന്നുള്ള വാക്ക് നമ്മൾ അഗാധമായി പഠിക്കണം. അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അങ്ങനെ നമ്മുടെ മനസ്സിനെ ബാധിച്ചു കഴിയുമ്പോൾ നമ്മൾ തീരുമാനിക്കും, ഇതിന് ഞാനിപ്പോൾ പ്രതിപ്രവർത്തനം റിയാക്ട് ചെയ്യണോ, അതോ ക്ഷമയോടെ നോക്കി നിൽക്കണോ, കൂടുതൽ പഠിക്കണോ. സാധാരണഗതിയിൽ നമ്മളൊരു കാര്യം കാണുമ്പം മനസ്സിനെ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് വൊളീഷൻ എന്ന് പറയുന്ന അവസാനത്തെ വാക്ക്, പ്രതിപ്രവർത്തനം. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്കൊരു വീഡിയോ കിട്ടി, ആ വീഡിയോയിൽ കാണുന്ന കാര്യം കണ്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സങ്ങോട്ട് ദേഷ്യം വന്നു, അല്ലെങ്കിൽ സങ്കടം, അല്ലെങ്കിൽ വാശി, പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യണം. അതിന് മറുപടി വരെ നമ്മൾ അയച്ചു കഴിയും. പിന്നീടാണ് അറിയുന്നത് അതൊരു ഫേക്ക് വീഡിയോ ആയിരുന്നു, അല്ലേ? ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്, അത് ചരിത്രം നമ്മളെന്താണ് പഠിപ്പിക്കുന്നതെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. നമ്മൾ മനുഷ്യരാശി ഇന്നൊന്നും ഉണ്ടായതല്ല, എത്രയോ ലക്ഷം വർഷങ്ങളായി, അല്ലേ? എത്രയും വർഷങ്ങളായ മനുഷ്യരാശിയാണ്. അപ്പോൾ മനുഷ്യന് ചരിത്രം ഇങ്ങനെ കിടക്കുകയാണ്. ഈ ചരിത്രം, അതിനാണല്ലോ നമ്മൾ സ്കൂളിൽ ചരിത്രം പഠിക്കുന്നത്, അല്ലേ? ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ബ്രിട്ടീഷ് ഹിസ്റ്ററി, അമേരിക്കൻ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പഠിക്കുന്നത് മനുഷ്യൻ കാലാകാലങ്ങളിൽ നിയാണ്ടർത്താൾമാനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ മനുഷ്യൻ എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചത്, അന്നത്തെ സാഹചര്യം എന്തായിരുന്നു, അവൻ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്തു, അതുമൂലം അവനുണ്ടായ ഗുണങ്ങളും ദോഷങ്ങളും എന്താണ്, അതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇന്ന് നമ്മൾ വേണ്ട മാറ്റങ്ങൾ വരുത്താനാണ്. അപ്പോൾ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏറ്റവും പ്രധാനം കോഗ്നിഷൻ, അഫക്റ്റ് ആൻഡ് വൊളീഷൻ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ പതുക്കെ ചെയ്യുക. കോഗ്നിഷൻ, ആദ്യമായിട്ടൊരു കാര്യം കാണുന്നു, ശ്രദ്ധയോടെ മനസ്സിലാക്കി ക്ഷമയോടെ അത് പഠിക്കുക. നമ്മുടെ മനസ്സിനെ അത് ബാധിക്കണം. മനസ്സിനെ ബാധിക്കുമ്പോൾ നമുക്ക് ചോദിക്കണം, നമ്മളോട് തന്നെ ചോദിക്കണം, എനിക്ക് സന്തോഷമാണോ, സങ്കടമാണോ, ദേഷ്യമാണോ, വാശിയാണോ ഈ സംഭവത്തിൽ നിന്ന് എൻ്റെ മനസ്സിനുണ്ടാകുന്നത്. എന്നിട്ട് പതുക്കെ റിയാക്ട് ചെയ്യുക. ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പോലും നമ്മളൊന്ന് ക്ഷമയോടെ മനസ്സിലാക്കിയാൽ പല അപകടങ്ങളും അനാസ്ഥകളും അനാവശ്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ചരിത്രത്തിലെ 1-2 ഇപ്പം ഇന്ന് മാനവരാശിക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന, ഇന്ന് ഈ ആധുനിക യുഗത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അല്പം ചരിത്രം പഠിക്കണം. 1700-ാം ആണ്ടിൻ്റെ ആദ്യം എന്നുവെച്ചാൽ 18ാം സെഞ്ച്വറിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ, ആദ്യ സമയം 2710 മറ്റാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ലണ്ടൻ എന്ന് പറയുന്ന നഗരം, ഇന്നത്തെ ലണ്ടൻ നഗരം കണ്ടവർക്കറിയാം, അന്നത്തെ ലണ്ടൻ നഗരം അതിൻ്റെ ഫോട്ടോകൾ കണ്ടവർക്കറിയാം. അവിടെ വയറിളക്കവും ഛർദിലും പൊട്ടിപ്പുറപ്പെട്ടു ലണ്ടൻ നഗരത്തിൽ. അങ്ങനെ ആൾക്കാരിങ്ങനെ മരിച്ചു വീഴുകയാണ്. അപ്പോൾ അവർ അന്നും ഡോക്ടർമാരും അന്നത്തെ അവർ പറയുന്നത് അന്നത്തെ മോഡേൺ ശാസ്ത്രം എന്ന് അന്നും പറയുന്നത്. എന്നും എല്ലാം മോഡേൺ ആണല്ലോ. മനുഷ്യൻ ഏത് കാലത്തും നമ്മൾ മോഡേൺ ആണെന്നാണ് ചിന്തിക്കുന്നത്. അതിനിങ്ങനെ നമ്മൾ ഇൻവേർട്ടഡ് കോമയിലാണ് ഇടുന്നത്. ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യൻ വിചാരിക്കും നമ്മളെല്ലാം തികഞ്ഞവരാണെന്നാണ്. അപ്പോൾ അന്നത്തെ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടിയിരുന്ന് ഈ വയറിളക്കത്തിനെ കുറിച്ച് പഠിക്കുകയാണ്. ഇപ്പോൾ ഒരു ലണ്ടൻ സിറ്റിയുടെ ഒരു മാപ്പ് ഉണ്ടാക്കി.
മാപ്പ് ഉണ്ടാക്കിയിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ വയറിളക്കം ഛർദിലുമായിട്ട് ആൾക്കാർ വരുന്നതെന്നുള്ളത് അവർ പ്ലോട്ട് അതിനകത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തി. അങ്ങനെ അടയാളപ്പെടുത്തി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു പ്രത്യേക സ്ഥലത്താണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ സ്ഥലത്ത് ചെന്ന് ആ ഏറ്റവും കൂടുതൽ മാക്സിമം ആൾക്കാരുണ്ടാകുന്ന രോഗമായിട്ട് വരുന്ന ആ സ്ഥലം അവർ കണ്ടുപിടിച്ചു. നോക്കിയപ്പോൾ അവിടെ ഒരു വാട്ടർ പമ്പുണ്ട്. ഈ വാട്ടർ പമ്പുമായിട്ട് ചേർന്നാണ്. അപ്പോൾ അവർക്കൊരു സംശയം തോന്നി, ഇത് ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത് പറഞ്ഞ് അവർ ആ വാട്ടർ പമ്പ് അടച്ചു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ വയറിളക്കം ഛർദിലിൽ നിന്നും മരണനിരക്കെല്ലാം ഒഴിവായി. പിന്നെയും പതിറ്റാണ്ടുകൾ എടുത്തു ഇത് കോളറ എന്ന് പറയുന്ന രോഗമാണെന്നും കോളറയുടെ ബാക്ടീരിയ കണ്ടുപിടിക്കാനും. പിന്നെയും പതിറ്റാണ്ടുകൾ എടുത്തു അതിൻ്റെ ഒരു ആൻറ്റിബയോട്ടിക്. 20-ാം നൂറ്റാണ്ടിലാണ് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിക്കുക. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ എന്ന് വെച്ചാൽ 200 വർഷങ്ങളെടുത്തു ഇതിനൊരു ആൻറ്റിബയോട്ടിക്. എന്ന് വെച്ചാൽ ഒരാൾക്ക് വയറ്റിളക്കം ഉണ്ടായി ആൻറ്റിബയോട്ടിക് കൊടുത്താൽ അപ്പം മാറും. 200 വർഷങ്ങൾക്ക് കഴിഞ്ഞാണ് കണ്ടുപിടിച്ച ഒരു കാര്യം. 1700 കണ്ടുപിടിച്ച ഒരു രോഗത്തിന് ചികിത്സ വരുന്നത് 200 വർഷങ്ങൾക്ക് ശേഷമാണ്. ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന രോഗങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം അല്ലേ? പലരും ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നതാണ്. ബാല-TB എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. പ്രായമായവർക്കുണ്ടാവും. ചെറുപ്പത്തിൽ TB ഉണ്ടായ ആൾക്കാർ പ്രായമാകുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ട് TB ശരീരം മുഴുവൻ വ്യാപിച്ചിട്ട് വീണ്ടും വരും. അപ്പോൾ ഇത്രയും മാരകമായ രോഗം പക്ഷേ ഏറ്റവും നിസ്സാരമായി ചികിത്സിക്കാവുന്ന രോഗമാണ്. ഈ TBയുടെ അണുക്കളെ കണ്ടുപിടിക്കുന്ന 1800-ൻ്റെ ആദ്യമാണ്. പക്ഷേ ആൻറ്റിബയോട്ടിക് കണ്ടുപിടിക്കുന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷമാണ്. ഏറ്റവും ഫലവത്തായ TBയുടെ മരുന്ന് വരുന്നത് തന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 1980-കളിലാണ് വരുന്നത്. അന്നാണിത് ഇന്നും അത് പൂർണ്ണമായും നിയന്ത്രിക്കാനോ ഒഴിവാക്കാനോ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആൾക്കാർക്ക് TB വന്നുകൊണ്ടിരിക്കുകയാണ്. 200 വർഷങ്ങളായി. എത്ര ചെറുപ്പക്കാർ ഈ 1700-ലും 1800-ലും 1900 ആദ്യമൊക്കെ മനുഷ്യൻ്റെ ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് വെറും 30 വയസ്സായിരുന്നു. കാരണം അന്ന് ഈ ചിക്കൻ പോക്സ്, മലേറിയ, സ്മോൾ പോക്സ്, പലതരത്തിലെ രോഗങ്ങൾ, കോളറ, പ്ലേഗ് വന്ന ആൾക്കാർ മരിച്ചു വീഴുകയായിരുന്നു. അതിനൊക്കെ ഒരു അറുതി വരുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം മാത്രമാണ്. ഇത് മനുഷ്യൻ്റെ ലണ്ടനിൽ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോൾ മറ്റേത് വീടുകളിൽ ഇരുന്നാണ് ആൾക്കാർ നെയ്തുകൊണ്ടിരുന്നത്. ഓരോ കുടിൽ വ്യവസായമായിരുന്നു അല്ലേ? ഒരു വീട് അല്ലെങ്കിൽ 4, 5, 10 കുറച്ച് ആൾക്കാർ കാണും. അവരവിടെ നിന്ന് കുടിൽ വ്യവസായം. അടുത്ത വീടെന്ന് പറഞ്ഞാൽ കുറച്ച് അകലെയാണ്. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോൾ എന്ത് പറ്റി? ഇതെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് വന്ന് വലിയ മെഷീനുകൾ വരാൻ തുടങ്ങി. അപ്പം 4, 5 പേര് പലയിടത്തായിരുന്നു, പല കുടിലുകളിലായിരുന്നു ചെയ്തതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് വന്ന് 1 കിലോമീറ്റർ ചുറ്റളവിൽ ആൾക്കാർ വന്ന് താമസിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ സീവേജ്, മലവും മൂത്രവും അവർ യാത്ര ചെയ്ത് പോകാൻ പറ്റില്ല, അവരുടെ വീടുകളിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ താമസമാക്കി ആൾക്കാരങ്ങനെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ മലവും മൂത്രവും വിസർജനത്തിൻ്റെ പ്രശ്നം വന്നു. സീവേജ് ട്രീറ്റ്മെൻറ്റ് ഇന്ന് നിങ്ങൾ കേട്ട് കാണും, നമ്മുടെ ട്രസ്റ്റിലൊക്കെ ഉണ്ട് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. 40 ലക്ഷം രൂപ മുടക്കിയാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. അന്നിതില്ല. അപ്പോൾ ആൾക്കാർ ഇത് ഈ മലത്തിൽ മൂത്രത്തിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് കണ്ടുപിടിക്കുന്നത് വരെ അതിന് കാര്യമായ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. ഈ കോളറ വന്നു, അത് വെള്ളത്തിൽ നിന്നാണ് മലത്തിൽ നിന്നാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഈ ചരിത്രം പറയുന്നത് ഇന്നത്തെ കാലഘട്ടവുമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ മനുഷ്യനിലുണ്ടാകുന്ന അവൻ്റെ ജീവിത രീതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു. ഇത്തരം രോഗങ്ങൾ, പടരുന്ന രോഗങ്ങൾ അല്ലേ? ഈ രോഗങ്ങൾ ആൾക്കാർ തമ്മിൽ കോണ്ടാക്റ്റ് വരുമ്പോഴാണ് പകരുന്നത്. എന്നാൽ ഒരു വീട്ടിലിപ്പം ചിക്കൻ പോക്സ് വന്നു, അടുത്ത വീട്ടുകാരൻ 1 കിലോമീറ്റർ ദൂരെയാണെങ്കിൽ പകരാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെങ്കിലും. അപ്പോൾ ആ കാലഘട്ടത്തിലെ പ്രശ്നമാണത്. അത് മനസ്സിലാക്കി ആധുനിക ശാസ്ത്രം അതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ഇത് മനുഷ്യൻ്റെ ജീവിത രീതിയും സാഹചര്യവും അനുസരിച്ച് മനുഷ്യനുണ്ടായ രോഗങ്ങളാണ്. ഇനി മനുഷ്യൻ കൈകടത്തി ഉണ്ടാക്കിയ രോഗങ്ങളുണ്ട്. അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് മനുഷ്യനറിയാതെ അവൻ്റെ വളർച്ചയ്ക്കനുസരിച്ചുണ്ടായ അപാകതകളോ അവൻ്റെ മനഃപൂർവ്വം ചെയ്തതല്ല അല്ലേ? എല്ലാവരും വന്ന് താമസിക്കുന്നു, മലത്തിൻ്റെ മൂത്രത്തിൻ്റെ അറിയത്തില്ല, അങ്ങനെ ഉണ്ടായതാണ്. ഇനി വേറെ ഒന്ന് ചിന്തിക്കുക, മനുഷ്യൻ മനഃപൂർവ്വം കൈകടത്തുന്ന കാര്യങ്ങളുണ്ട്. 1960 നടന്നൊരു സംഭവം പഠിക്കുക. 1960 താലിഡോമൈഡ് എന്ന് പറയുന്നൊരു മരുന്ന് ഛർദിലിനായിട്ട്, മോർണിംഗ് സിക്നസ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രഗ്നൻസി, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഛർദിലൊക്കെ ഉണ്ട്. മോർണിംഗ് സിക്നസ് എന്നല്ല അതിനെ പറയുന്നത്. അതിനുവേണ്ടി അന്നിറങ്ങിയൊരു മരുന്നാണ് താലിഡോമൈഡ്. അത് യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലൊക്കെ മാർക്കറ്റ് ചെയ്ത് തുടങ്ങി. അമേരിക്കയിൽ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അന്ന് അവിടുത്തെ ഈ ഫാർമക്കോളജി ഈ വിഭാഗത്തിൻ്റെ FDA, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന അമേരിക്ക ഒരു മരുന്ന് അവിടെ സാങ്ഷൻ ചെയ്യണമെങ്കിൽ FDAയുടെ അപ്രൂവൽ വേണം. അന്ന് അതിൻ്റെ ഡയറക്ടറായിട്ട് വന്ന ഒരു യങ് ലേഡി, PhD കഴിഞ്ഞ് വന്നൊരു സ്ത്രീയാണ്, പേര് ഞാൻ മറന്നുപോയി.
അവർ ഈ താലിഡോമൈഡിൻ്റെ അപേക്ഷ വന്നപ്പം ഇത് കണ്ടപ്പോൾ അവർക്ക് സംശയം തോന്നി, ഇതിലെന്തോ അപാകതയുണ്ടല്ലോ. അങ്ങനെ അവരിത് ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പേപ്പർ മാറ്റി വെച്ചു. ഈ കമ്പനിയുടെ ഉടമസ്ഥർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൽ ഇവർക്ക് പ്രഷർ കൊടുക്കാൻ തുടങ്ങി. ഇതെങ്ങനെയും പാസ്സാക്കി എടുക്കാൻ ശ്രമിച്ചു. അവരെ ആ സ്ഥാനത്തു നിന്ന് വരെ മാറ്റാൻ ശ്രമിച്ചു. അവർ വിട്ടുകൊടുത്തില്ല. അങ്ങനെ 1 കൊല്ലം 2 കൊല്ലം ഇത് നീണ്ടു നിന്നു, ഇവർ തമ്മിലുള്ള ഈ ഫൈറ്റ്. അപ്പോഴത്തേക്കും യൂറോപ്പിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നു. ഈ മരുന്ന് ഗർഭിണിയായിരിക്കെ കഴിച്ച സ്ത്രീകളുണ്ടായ കുഞ്ഞുങ്ങൾക്ക് കയ്യും കാലും, ഈ സീലിൻ്റെ കയ്യും കാലും മാതിരിയുള്ള ചെറിയ ഒരു ചിറക് പോലെയുള്ള കയ്യും കാലുമായിട്ട് കുഞ്ഞുങ്ങൾ വളർന്നു വീഴാൻ തുടങ്ങി. ഇവിടെ മാത്രമേ ഉള്ളൂ, കാലും കൈയും ചിറകുകൾ മാത്രം. താലിഡോമൈഡ് ഇന്നും അത് ഉപയോഗിക്കുന്നുണ്ട്, ക്യാൻസറിനാണെന്ന് മാത്രം. ഇന്ന് ക്യാൻസറിന് ഉപയോഗിക്കുന്ന താലിഡോമൈഡ് എന്ന് പറയുന്ന മരുന്ന് അന്ന് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്ക് കൊടുത്ത് അവരുടെ കുഞ്ഞുങ്ങളിൽ രോഗമുണ്ടാക്കി. ആ കമ്പനി അത് പ്രൊമോട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യാൻ കാണിച്ച് ആകാംക്ഷ, അതിനുവേണ്ടി ആ തലപ്പത്തിരിക്കുന്ന ആളെ വരെ മാറ്റാൻ ശ്രമിച്ചു. ഇത് ഞാൻ പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാമ്പത്തികമായിട്ടുള്ള അധപ്പതനമാണ്. കുറച്ചു പേരുടെ സാമ്പത്തിക ലാഭത്തിനായിട്ട് മാനവരാശിയെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, സിസ്റ്റത്തിനെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ സംവിധാനങ്ങളെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു മാനിപ്പുലേഷൻ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ സൂക്ഷ്മത, അങ്ങനെ പറഞ്ഞ കോഗ്നിഷൻ, ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ അതുപോലൊരു മരുന്ന് വരുന്നു, നമ്മുടെ അമ്മമാർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അതുപോലൊരു പുതിയ മരുന്ന് കഴിച്ച് ആ കുടുംബങ്ങൾ ഇങ്ങനെ ഉണ്ടായാലത്തെ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് കോഗ്നിഷൻ. ഈ കേൾക്കുന്നത് അന്യനാട്ടിലുണ്ടാകുന്ന കാര്യമൊന്നുമില്ല. ഇന്ന് ഞാനും നിങ്ങളും കഴിക്കുന്ന മരുന്നുകൾക്ക് ഇതിനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. അതാണ് ഞാൻ രണ്ടാമത് പറയാൻ പോണ ഉദാഹരണം. 1960 പ്രോക്ടർ ആൻഡ് ഗാംബിൾ എന്ന് പറയുന്ന, ഇന്നും ഉണ്ട്, പ്രോക്ടർ ആൻഡ് ഗാംബിൾ വളരെ പ്രസിദ്ധമായ ഒരു കമ്പനിയാണ്. അന്നത്തെ 1960 അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ എന്ന് വെച്ചാൽ കാർഡിയോളജിസ്റ്റുകളുടെ അസോസിയേഷനാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന് $60 മില്യൺ കൈക്കൂലി കൊടുത്തത്. $60 മില്യൺ എന്ന് പറഞ്ഞപ്പം ഇന്നത്തെ കണക്ക് വെച്ചിട്ട് വളരെ വലിയ തുകയാണ്. അത് കൊടുത്ത എന്തിനാന്ന് വെച്ചാൽ ഈ പ്രോക്ടർ ആൻഡ് ഗാംബിൾ പരുത്തി കൃഷി, അന്ന് ആ കാലഘട്ടങ്ങളിൽ ഈ പരുത്തി കൃഷി വലിയ ഇതായിരുന്നു, ഈ ഉടുപ്പുണ്ടാക്കുന്ന തുണി, നമ്മുടെ കോട്ടൺ. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റായിട്ട് വരുന്ന ഒരു എണ്ണയുണ്ട്, പരുത്തിക്കുരുവിൽ നിന്ന് വരുന്നൊരു എണ്ണ. ഇത് സാധാരണ ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. വണ്ടികൾക്കും കാറുകൾക്കൊക്കെ ലൂബ്രിക്കേഷൻ ആയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആരോ കണ്ടുപിടിച്ചു ഈ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഈ പരുത്തിക്കുരുവിൻ്റെ എണ്ണയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഇത് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അവസാനം അത് കുക്കിംഗ് ഓയിലായിട്ട് വരെ ഉപയോഗിക്കാമെന്ന് അവർ കൊണ്ടുവന്നു. ഉപയോഗിക്കാനാക്കിയാൽ എളുപ്പമാണല്ലോ. ഇവരുടെ വേസ്റ്റ് പ്രൊഡക്റ്റാണ്. ഇവരുടെ മെയിൻ ഇതുണ്ടാക്കി കഴിയുമ്പോൾ വേസ്റ്റ് പ്രൊഡക്റ്റ്, വെറുതെ കളയുന്ന സാധനം ചെറിയ മാറ്റം വരുത്തി ജനങ്ങളെ കൊണ്ട് തീറ്റിക്കാൻ പറ്റും. ആനിമൽ ഫാറ്റായിരുന്നു, മൃഗങ്ങളിൽ നിന്നുള്ള പലതരത്തിലുള്ള ഫാറ്റാണെന്ന് കുക്കിങ്ങിന് ഉപയോഗിച്ചിരുന്ന മെയിൻ സാധനം. നമ്മുടെ നാട്ടിലും മെയിൻലി വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു അഡ്വൈസ് ജനങ്ങളുടെ ഇടയിലോട്ട് വന്നപ്പോൾ എല്ലാവർക്കും പേടിയായി. ജനിക്കുന്ന കുട്ടികളിൽ വെറും 1% താഴെയായിരുന്നു ഈ ശാരീരിക മാനസിക വൈകല്യം ഉള്ളവർ. നമ്മൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ പണ്ട് മെൻ്റൽ റിട്ടാർഡേഷൻ എന്നൊക്കെ പറയും. നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നതിന് മുമ്പ് 3-4 മെൻ്റൽ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്ത് കിടന്ന് നരകിച്ചിട്ടാണ് ഇവിടെ വരുന്നത്.